യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം പറഞ്ഞത്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണം, സംഘടിച്ച് ശക്തരാകണം. വിദ്യ അതേതാണ്? രണ്ട് തരത്തിലുണ്ട്. ഭൗതികവും ആധ്യാത്മികവുമായ വിദ്യകളുണ്ട്. അതിൽ വിദ്യ കൊണ്ട്, അതായത് ആത്മവിദ്യ കൊണ്ട് പ്രബുദ്ധത നേടണം. പ്രബുദ്ധത സാമാന്യ ബുദ്ധി പോരാ. സാമാന്യമായ ബുദ്ധിക്കും യുക്തിക്കുമൊക്കെ അപ്പുറത്ത് പ്രഹർഷേണ ബുദ്ധതയാണ് പ്രബുദ്ധത. ആ ബുദ്ധതയുണ്ടായാൽ അത് ഏതാണ്? അറിവിലും ഏറിയറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തുമുജ്വലിക്കും, കരുവിന് കണ്ണുകളഞ്ചും ഉള്ളടക്കി തെരുതര വീണും വണങ്ങി ഓതിടേണം എന്ന് ഗുരു ആത്മോപദേശ ശതകത്തിൽ പറഞ്ഞതിൻ്റെ രഹസ്യം ഇത് തന്നെയാണ്. അപ്പോൾ ആത്മനിഷ്ഠനാവണം. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആ പ്രബുദ്ധനായി എന്ന് പറയാൻ സാധിക്കൂ. അല്ലാത്തവൻ എത്രയൊക്കെ ബുദ്ധിമാനായിരുന്നാലും അത് ഉപരിപ്ലവമാണ്. ആ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലേണ്ടതാണ്. ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ആ പ്രബുദ്ധത നേടുന്നവന് മാത്രമേ അവന് സംഘടിത ബോധമുണ്ടാവൂ. ഈ സമൂഹത്തെ ഒന്നായി കാണാൻ അങ്ങനെയുള്ളവർക്ക് മാത്രമേ കഴിയൂ. മറ്റുള്ളവരൊക്കെ വിഭാഗീയമായ ചിന്താഗതികൾ വെച്ചു പുലർത്തുമ്പോൾ സമൂഹത്തെ ഒന്നായി കാണാനും എല്ലാവരിലും തൻ്റെ തന്നെ ആ ചൈതന്യത്തെ ദർശിക്കുവാനും കഴിയുമ്പോൾ മാത്രമാണ് ഒരുവൻ യഥാർത്ഥ മനുഷ്യനായി മാറുന്നത്. അവനാണ് ഈശ്വര തത്വത്തിലേക്ക് ഉയരുന്നത്. ഈ രഹസ്യം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണേ. എല്ലാവർക്കും നമസ്തേ.